കഴിഞ്ഞ വീഡിയോയിൽ ചക്ക വരട്ടി ഉണ്ടാക്കുന്നത് കാണിച്ചായിരുന്നല്ലോ. ആ വരട്ടി എടുത്ത ചക്ക കൊണ്ട് ചക്ക വരട്ടി കൊണ്ട് ഒരു ഇലയുടെ ഉണ്ടാക്കാം. പെരയുടെ അകത്തൊന്ന് മുറ്റത്തോട്ട് ഇറങ്ങുമ്പം എൻ്റെ കൂടെ ആരെങ്കിലുമൊക്കെ ഉണ്ടാകും കേട്ടോ, പട്ടിയോ പൂച്ചയോ ഒക്കെ. അത് ഈ കുട്ടിശങ്കനാണ് ഇപ്പോഴത്തെ താരം. വെറുപ്പിന്റെ അവസാനം കുട്ടിശങ്കനോട് സ്നേഹവ എന്ന് പറയുന്നത് പോലെ എനിക്കിപ്പം എന്തായാലും സ്നേഹിക്കാൻ നിവൃത്തിയില്ല. കാരണം എൻ്റെ ഓർമ്മ വെച്ച കാലം തൊട്ട് ഏതെങ്കിലുമൊക്കെ പട്ടിയും പൂച്ചയും അവകാശികളെ പോലെ ഉണ്ടാവും. ചക്ക വരട്ടി നമ്മൾ ടേസ്റ്റ് നോക്കാനായിട്ട് കഴിപ്പിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം ബാക്കിയുള്ളത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചേക്കുമായിരുന്നു കേട്ടോ. ചക്ക കുനുകുന അരിഞ്ഞ് കറികറ നമ്മൾ വരട്ടിയെടുത്തത് ഇതുപോലെ അടയൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അട ഉണ്ടാക്കാനായിട്ട് അരിപ്പൊടിയാണോ, ഗോതമ്പ് പൊടിയാണോ, റവയാണോ, റാഗിയാണോ, മൈദയാണോ നല്ലതെന്ന് ചോദിച്ചാൽ ഞാൻ കണ്ണു അടച്ച് പറയുന്ന ഒരു പേരുണ്ടെങ്കിൽ അത് മൈദ മാവാണ് നല്ലതെന്ന് പറയത്തുള്ളൂ. ഈ പശുമാവിൽ ഉണ്ടാക്കുന്ന പൊറോട്ടയ്ക്ക് പോലും ഞാൻ വലിയ ഗ്രേഡൊന്നും കൊടുക്കാറില്ല, വലിയ താല്പര്യമില്ല. പക്ഷേ ഈ പശുമാവിൽ ഉണ്ടാക്കുന്ന അട അതിലെന്തോ ഒരു പ്രത്യേകതരം ടേസ്റ്റ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇന്നിപ്പോൾ ഒരു 4 അട ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ അട മൈദമാവിലാണ് ഉണ്ടാക്കുക. മാവിൽ ഉപ്പിട്ടതിന് ശേഷം ഞാൻ വെള്ളം ഒഴിച്ച് കുറുക്കിയെടുത്തപ്പോഴത്തേക്ക് എൻ്റെ കാൽക്കുലേഷൻ എല്ലാം തെറ്റി. ഞാൻ വിചാരിച്ചു പണി പാളിയെന്ന്. പക്ഷെ പിന്നെയും കരുതി അടയല്ലേ, അതുപോലെ ചൂട് കൊള്ളുമ്പോഴത്തേക്ക് ഇതങ്ങ് സെറ്റ് ആകുമെന്ന്. ആ വിശ്വാസം എന്തായാലും തെറ്റിയില്ല കേട്ടോ. ഈ സമയത്തൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയെന്ന് തന്നെ വിചാരിച്ചു. ഉണ്ടാക്കിയ ചക്ക വരട്ടി മുഴുവനും കൂടെ ഒരു പാത്രത്തിൽ അടച്ചു വെച്ചത് കൊണ്ട് നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. അതായത് കുറച്ചായിട്ട് നമ്മൾ ഓരോ പാത്രത്തിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴാണോ നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി. ഓരോ തവണ എടുക്കാനുള്ളതും ഓരോ പാത്രത്തിലാക്കി വെച്ചാൽ നമുക്കൊരു ചെറിയ ചൂടുവെള്ളത്തിലോട്ട് ഈ പാത്രം അങ്ങ് ഇറക്കി വെച്ചാൽ പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും. ബാക്കിയുള്ളതൊക്കെ വേറെ പാത്രങ്ങളിൽ നല്ല സേഫ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. മൈദാമാവിലാണെങ്കിൽ ഞാൻ പ്രതീക്ഷിച്ചതിലും വെള്ളം കൂടിപ്പോവുകയും ചെയ്തു. ചക്കവരട്ടി ആണെന്നുണ്ടെങ്കിൽ കല്ല് പോലെ ഇരിക്കുന്നു. എന്തൊക്കെ പറഞ്ഞാലും ഇല ഇങ്ങനെ മടക്കി പാനിലോട്ട് വെക്കുന്ന, ചൂടായ തവയിലോട്ട് വെക്കുന്ന ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ചൂട് കൊണ്ടപ്പോഴത്തേക്ക് മാവും അതുപോലെ തന്നെ ആ കല്ല് പോലെ ഇരുന്ന ചക്കവരട്ടിന്ന് നല്ല നെയ്യൊക്കെ ഇറങ്ങി ആ ഇലയും ഒക്കെ നന്നായിട്ട് മൊരിഞ്ഞ് അടിപൊളിയായിരുന്നു കേട്ടോ. എൻ്റെ പ്രതീക്ഷകളെ തെറ്റിച്ച് കളഞ്ഞു. എനിക്ക് തോന്നുന്നു ഈ ഒരു അടുത്ത കാലത്ത് ഉണ്ടാക്കിയ പലഹാരങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും ടേസ്റ്റ് ഉള്ള ഒരു പലഹാരമായിട്ട് എനിക്ക് തോന്നിയത്. അറ്റ് ടൈമിൽ 2 അടയാണ് ചുട്ടെടുത്തത്. അതുപോലെ തിരിച്ചും മറിച്ചും തിരിച്ചും ഇങ്ങനെ മുരിച്ചെടുത്തു, മാറി. അപ്പം തന്നെ എനിക്ക് തോന്നുന്നു കോൺഫിഡൻസ് ആയി. പിന്നെ ആ ഒരു ധൈര്യത്തിൽ ബാക്കിയിരുന്ന മാവും ഫില്ലിങ്ങും ഒക്കെ വെച്ചിട്ട് നമ്മൾ 2 അട കൂടെ ഉണ്ടാക്കി. ഇനിയും ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 10-20 അട ഉണ്ടാക്കാനുള്ള അത്രയും ഫില്ലിങ് ചക്ക വരട്ടി നമുക്കുണ്ട്. പക്ഷെ നമ്മൾ വേറൊരു ദിവസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചേക്കുവാണ്. നമുക്ക് 4 മതി. ജോലി കഴിഞ്ഞ് വന്ന് ഞാൻ കുറേ നേരം ആലോചിച്ചു, ഇന്നിപ്പോൾ എന്താ ഉണ്ടാക്കുക, ഒരു ചായയുടെ കൂടെ കടിക്ക്. അങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്കാണ് ചക്ക വരട്ടി ഇരിപ്പുണ്ടല്ലോ, അപ്പം നമുക്കിതുപോലെ ഇലയിൽ ചുട്ടെടുക്കുന്ന മൈദയുടെ ചക്ക വരട്ടി കൊണ്ടുള്ള അട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അരമണിക്കൂർ കൊണ്ട് നമുക്ക് സംഭവം സെറ്റാക്കാൻ പറ്റി. കൂട്ടത്തിൽ ഒരു കട്ടൻ ചായ ഇട്ടു. ഇനിയിപ്പം ഞാൻ ഒരാളെ കാത്തിരിക്കുവാണ്. ഇത് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കമ്പനി വേണമല്ലോ. കമ്പനിക്കാരി എന്തായാലും പള്ളിയിൽ പോയേക്കുവാണ്. പള്ളിയിൽ നിന്ന് വരുന്ന നേരം കൊണ്ട് ഞാൻ നിങ്ങളെ ഇങ്ങനെ അട പൊട്ടിച്ച് നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. കൈയൊക്കെ നന്നായിട്ട് പൊള്ളിന്ന് വേണം പറയാനായിട്ട്. അപ്പം അമ്മച്ചി പള്ളിയിൽ പോയിട്ട് വന്നു. അന്തോണിസ്മണികളുടെ നൊവേന കൂടാൻ പോയിക്കുമായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ അടയൊക്കെ കഴിക്കട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും മറക്കരുത്.